എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മാങ്ങ വെച്ച് നല്ല മധുരവും എരിവും പുളിയും ഒക്കെ ഉള്ളൊരു റെസിപ്പി ഉണ്ടാക്കാം. നമുക്കിത് ചോറിൻ്റെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മാത്രമല്ല നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെച്ച് എയർ ടൈറ്റായ പാത്രത്തിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ 1-2 മാസം വരെ കേടുകൂടാതെ വെക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ 2 മാങ്ങയാണ് എടുത്തത്. ചെറിയ മാങ്ങയാണ്, ഏതാണ്ട് 1/4 കിലോയിലധികം ഉണ്ട്. ഇത് നല്ല തൊലി കട്ടിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ തൊലി ചെത്തിയ ശേഷം ഇതേപോലെയാണ് മുറിച്ചിട്ടത്. തൊലി കട്ടിയില്ലാത്ത മാങ്ങയൊക്കെ ആണെങ്കിൽ തൊലിയോടെ തന്നെ നമുക്ക് മുറിച്ചിട്ടെടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. മൺചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉലുവയും കടുകും നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയാണ്. അത് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അതും നീളത്തിൽ അരിഞ്ഞ് വെച്ചത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, അതും ഞാൻ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച ചുവ മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ആ പച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഈ പച്ചമാങ്ങ 1-2 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവില്ലാത്ത മുളക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ മസാലയൊക്കെ ഒന്ന് മുളകൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ എണ്ണയിൽ തന്നെ ഇത് 1-2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണം കേട്ടോ സൂക്ഷിക്കാൻ. പുറത്ത് വെച്ചാൽ ചീത്തയായി പോകും. ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ നമുക്ക് 2-3 മാസം വരെ കേടാവാതെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഏതാണ്ട് 2-3 മിനിറ്റായി ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അടപ്പൊക്കെ തുറന്നതാണ്. നല്ലോണം ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്നുകൂടി തുറന്ന് നോക്കുകയാണ്. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന വിചാരിക്കുന്ന മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കരയാണ്. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തത്. പൊടിയല്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്കിത് ഉരുക്കിയെടുത്ത ശേഷം വേണം അരിച്ചെടുക്കാൻ. ഏതാണ്ട് 150 ഗ്രാമോളം ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലോണം കുറുകി വരണം കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് കുറുകി വരുന്നവരെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് ശർക്കരപ്പൊടി ചണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് നേരിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. നമ്മളിതിൽ നേരത്തെ പച്ചമുളക് ചേർത്തത് കൊണ്ട് ചതച്ച മുളക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഓരോരുത്തരും എരിവിനാവശ്യമായത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെന്നൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി വെച്ച് നമുക്കിതൊന്ന് ഒന്നുകൂടി അടച്ച് വെച്ച് 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ചൂടാറുമ്പോഴേക്കും നല്ലോണം കുറുകിയിട്ട് നല്ല കറക്റ്റ് പാകത്തിനായിട്ട് നമുക്ക് കിട്ടും.
അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മാങ്ങ വെച്ച് എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം മാങ്ങാക്കാലല്ലേ, എല്ലാവർക്കും മാങ്ങയൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സമയമല്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുകയും വേണം. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.